ഡോക്ടർ അബ്ദുള്ള ബാസിൽ, വെള്ളാപ്പള്ളിയുടെ തുടർച്ചയായ പ്രതികരണങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇവിടെ മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അഹിതമായി പലതും നേടിയെടുത്തു എന്നുള്ള പ്രതികരണമാണ് ആദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടത്തിയത്. അതിനുശേഷമാണ് ഈ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചത്. ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി അടുത്ത പ്രതികരണം നടത്തിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും സ്മൃതി മാം, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു സാധാരണ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചർച്ചകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒറ്റനോട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരു വാക്കിൽ പറയുന്ന പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തും മറിമായം എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു സാധാരണ പ്രതിനിധി എന്ന നിലയ്ക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുസ്ലിങ്ങളോടുള്ള ഒരു പ്രീണനമല്ല യഥാർത്ഥത്തിലുള്ളത്. അതല്ല നമ്മൾ അനുഭവിച്ചത്. മറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പും കാലങ്ങളായി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഇവിടെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വേള UDF നിന്നുമൊക്കെ പല രൂപത്തിലുള്ള അർഹമായ ന്യായമായ അവകാശങ്ങൾ പോലും ഈ സമുദായത്തിന് നിഷേധിക്കപ്പെടുന്നു എന്ന ചർച്ചയാണ് നിരന്തരമായി മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രീണനം എന്നല്ല, ഒരു വേള പീഡനമാണ് നടക്കുന്നത്. നേരിട്ടുള്ള ഒരു പീഡനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് അർഹമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള പീഡനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരു മറിമായം പോലെ ഇപ്പൊ പ്രീണനത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നത് എന്നുള്ളത് പരിഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനോട് ഒരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്ത ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിന് കൂടുതൽ വോട്ടുകളുള്ള മലബാർ മേഖലയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ അവലോകനം നടത്തിയാൽ മുസ്ലിം സമുദായത്തിൽ പൊതുവെ തന്നെ ഇടതുപക്ഷത്തോട് ഒരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അത് പല വിഷയങ്ങൾ, UAPA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കുന്ന വിഷയം, നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത വിഷയം, അതുപോലെ തന്നെ വഖഫ് ബോർഡ്, അതുപോലെ തന്നെ 80-20 വിഷയത്തെ അട്ടിമറിച്ച വിഷയം, അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ മതനിരാസവും അതുപോലെ തന്നെ ലിബറലിസവും സാമൂഹ്യ വിരുദ്ധമായ ജെൻഡർ ആശയങ്ങളും കടത്തിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ കാര്യങ്ങൾ അത് അവതരിപ്പിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണം, അതുപോലെ തന്നെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാറിന് പൊതുവായി തന്നെയുള്ള മലബാറിനോടുള്ള വിവേചനം, പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, വർണ്ണ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും മുസ്ലിം സമുദായം വളരെ ന്യായമായി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ, അത് ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പ്രീണനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തന്നെ വകുപ്പില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാവാൻ കാരണമായ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ചില പണികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ നിരന്തരമായി സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും മുസ്ലിം വോട്ട് പോകും എന്നുള്ള ആ ഒരു നില കൃത്യമായി അവലോകനം ചെയ്യുന്നത് കൊണ്ടാണോ എന്താണോന്ന് എനിക്കറിയില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ അടുത്തപ്പോൾ ചില ഗിമ്മിക്കുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇലക്ഷൻ അടുത്തപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടും എന്ന ഒരു ഏത് നിലക്കുള്ള പ്രതീക്ഷയാണെന്ന് എനിക്കറിയില്ല. ആ രൂപത്തിൽ ഇലക്ഷൻ അടുത്തപ്പോൾ നടത്തിയിട്ടുള്ള ചില ഗിമ്മിക്കുകൾ, അതുകൊണ്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള നയങ്ങൾ കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ കൂടെ മറ്റ് സമുദായങ്ങൾക്കും ഇവരെന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ അനർഹമായത് ചെയ്യുന്നു എന്ന ഒരു ചിന്ത ഉണ്ടാവും. അബ്ദുള്ള ബാസിലി, ഗിമ്മിക്കുകൾ എന്ന് പറയുമ്പോൾ ഗിമ്മിക്കുകളിൽ സമസ്തയിൽ ഒരു വിഭാഗം വീണു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ CAA വിരുദ്ധ പ്രക്ഷോഭത്തിലൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിണറായി വിജയനുമായി വേദി പങ്കിടുകയാണ്. ഇതാദ്യമായിട്ടാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവുമായി വേദി പങ്കിടുന്നത്. ആ രൂപത്തിലേക്ക് ഇതുവരെ വന്നിരുന്നു. അതൊക്കെ ഒരു ഗിമ്മിക്കായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തരം മനസ്സിലാക്കലാണോ? തീർച്ചയായും അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കന്മാരോ അല്ല എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പുറംതിരിഞ്ഞു നിൽക്കുകയും എന്നാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയും ആ രൂപത്തിലുള്ള കുറച്ച് പണികൾ നടത്തുകയും ചെയ്യും. ശരി, താങ്കൾ ഈ പറയുന്ന പീഡനം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾ ഇപ്പോൾ രാജ്യത്തെ മൊത്തം സ്ഥിതിയാണ് പറയുന്നതെങ്കിൽ അംഗീകരിക്കാം. ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.